ഇന്നലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ വൻ നാശനഷ്ടമാണ് തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായതും തലസ്ഥാന ജില്ലയിലാണ്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, കാലവർഷം നേരത്തെ എത്തുന്നു, അപ്പോൾ ദുരിതങ്ങളും വളരെ നേരത്തെ എത്തുകയാണ്. തലസ്ഥാന ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ തന്നെ നഗരത്തിലെ മിക്കയിടങ്ങളിലും മരങ്ങൾ കടപുഴകി റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നു. തിരുവനന്തപുരം നഗരത്തിലാകട്ടെ ഒറ്റ മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം. തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ തന്നെ വ്യാപകമായ നാശനഷ്ടമാണ് കാലവർഷം വരുത്തിവെക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ അഖിൽ? വിനോദെ, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പലതവണ നവീകരണം നടത്തിയ ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. നഗരത്തിൽ പക്ഷേ ഒരു മഴ പെയ്താൽ ആ രാത്രി കൊണ്ട് തന്നെ, ആ മഴ പെയ്തു തീരുന്നതിന് മുമ്പ് തന്നെ നഗരം വെള്ളത്തിനടിയിലേക്കാകുന്ന സ്ഥിതി അത് വർഷങ്ങളായി തന്നെയുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ബിജു പ്രഭാകർ തിരുവനന്തപുരത്തിന്റെ ജില്ലാ കളക്ടറായിരിക്കുന്ന കാലം മുതൽ തന്നെ ഓപ്പറേഷൻ അനന്ത മുതൽ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടവും സംവിധാനങ്ങളും എല്ലാം തന്നെ നടപ്പിലാക്കിയിട്ട് ഉണ്ട് എങ്കിൽ പോലും അതിലൊക്കെ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടി. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാൻ സാധിക്കുന്നത്, ഇന്നലെ ഉണ്ടായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, അതായത് മലയോര ജില്ല കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പൊന്മുടി അടക്കം, വിതുരയടക്കം, അതുപോലെ തന്നെ നെടുമങ്ങാടിന്റെ പല പ്രദേശങ്ങളിലും, നെയ്യാറ്റിങ്കര, പാറശാല മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടം തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നലെ തന്നെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലാണ് മരം കടപുഴകി വീഴുന്നിട്ട് ഗതാഗതവും അതുപോലെ തന്നെ വൈദ്യുതിയുമല്ല ദീർഘദൂരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഏകദേശം വലിയ രീതിയിലുള്ള വിനോദസഞ്ചാരികൾ എത്തുന്ന ശംഖുമുഖം കടൽ കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും കടൽ എത്രമാത്രം ഉള്ളിലേക്കാണ്, കടൽ എത്രമാത്രമാണ് ഈ കരാതിർത്തിയിലേക്ക് അടിച്ചു കയറുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. കടൽ ഭിത്തി അടക്കം പല ഭാഗത്തും ഇടിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ തന്നെ കഴിഞ്ഞ വാർത്തകളിലൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ഉണ്ടാകുന്ന ന്യൂനമർദ്ദമാണ് കേരള തീരത്ത് ഇത്രയും അധികം മഴ ലഭിക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യമായി നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് നൽകിയിരുന്നത്. അതിനോടൊപ്പം തന്നെ കന്യാകുമാരി തീരത്തുണ്ടാകുന്ന ആ കടലിലുണ്ടാകുന്ന പ്രതിഭാസവും അതും കേരള തീരത്തേക്ക് ശക്തമായ മഴ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഒരു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാത്രി കാലങ്ങളിലെ യാത്രകൾ ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടതാണ്. കാരണം വലിയ തോതിലാണ് മരങ്ങൾ കടപുഴകി ഉണ്ടാകുന്ന ഒരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ വൈദ്യുതി ലൈൻ അടക്കം അത്തരത്തിൽ പൊട്ടി വീഴുന്നാൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടവും അതുപോലെ തന്നെ ആളപായവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, രാത്രികാല യാത്രകൾക്കൊപ്പമാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം തരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഒരു സംസ്ഥാനമാണ്. ആ കടൽ തീരമുള്ള ഒരു സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അത്തരത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ശംഖുമുഖം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ എല്ലാവരും എത്രമാത്രമാണ് സുരക്ഷിതത്വത്തിലേക്ക് നമ്മുടെ സർക്കാരിന് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ വിനോദ ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ, ഈ ശംഖുമുഖം അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്, നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ചെറിയ കാര്യങ്ങളുണ്ട്. ആ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ കാര്യങ്ങളിലെല്ലാം തന്നെ അവർ കൊണ്ടുവന്ന ചില പദ്ധതികളുടെ പാളിച്ച കൂടി ഇതിന്റെ ഒപ്പം നമുക്ക് ചേർത്ത് പറയേണ്ടി വരും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂപ്രകൃതിയിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ എപ്പോഴും ചില നാശനഷ്ടങ്ങൾ, അതായത് മഴ പെയ്താലും അതുപോലെ തന്നെ മറ്റു ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാലും അതീവമായി അത്
സമയദൗർലഭ്യം മൂലം ഇടപെടുകയാണ് അഖിൽ. നമുക്കറിയാം തലസ്ഥാന ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് കാലവർഷം വരുത്തിവെക്കുന്നത്. ശംഖുമുഖം കടപ്പുറത്ത് അടക്കം കടലേറ്റത്തിൻ്റെ പ്രതിഭാസം രൂപപ്പെട്ടു വരുന്നുണ്ട്. വലിയ ഭീഷണി തന്നെ നിലനിൽക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശംഖുമുഖത്തു നിന്നും അഖിൽ പാലോട്ടുമഠം.